ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് സരിത്ത് ന്യൂസ് 18നോട് നൽകുന്നത്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ അന്ന് റൂട്ട് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാർ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിന്റെ നിർണായക വെളിപ്പെടുത്തലാണത്. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് MR അജിത് കുമാർ ആണ് എന്ന് സ്ഥിരീകരിക്കുന്നു, തറപ്പിച്ചു പറയുന്നു സരിത്ത്. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് കുമാർ സഹായിക്കുമെന്ന് M ശിവശങ്കർ അറിയിച്ചിരുന്നു എന്നും പറയുന്നു. ഡാൻ കുര്യൻ നമ്മോടൊപ്പം ചേരുന്നു. ഈ വാർത്ത പുറത്തുവിട്ടത് ഡാനാണ്. ഡാൻ, ഈ സരിത്തിനോട് ഡാൻ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സരിത്ത് അത് സ്ഥിരീകരിക്കുന്നു. എങ്ങനെയാണ് സ്വപ്ന ബംഗളൂരുവിലെത്തിയതെന്ന്, അതും ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടക്കുന്ന സമയത്താണ് എന്ന് പ്രത്യേകം ഓർക്കണം. ആ സമയത്ത് കേരളം വിട്ട് ബംഗളൂരു വരെ സ്വപ്നയും ഈ സന്ദീപ് നായരും എത്തണമെങ്കിൽ അതിൽ ഒരു ഉന്നത സഹായം കൂടിയേ മതിയാകുമായിരുന്നുള്ളൂ. പക്ഷേ അതിൽ M ശിവശങ്കറിന്റെ പേര് മാത്രമാണ് അന്ന് പിന്നീട് സ്വപ്ന പറയുകയും ചെയ്തത്. പക്ഷേ അതിനുമപ്പുറത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു, അതിനുമപ്പുറത്ത് ഒരു നിയന്ത്രണം ആ യാത്രയിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് സരിത്ത്. എങ്ങനെയാണ് ഇത് പദ്ധതി പ്ലാൻ ചെയ്തത് ഡാൻ? എന്തോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഇവർക്ക് ഇത്രയധികം ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ വാർത്താമാധ്യമങ്ങളിലൂടെ സ്വപ്ന സുരേഷിന്റെ അടക്കം ചിത്രങ്ങൾ തുടർച്ചയായി ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ഇവർ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ബംഗളൂരുവിലേക്ക് എത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ മുതൽ ഉയർന്നു കേൾക്കുന്നതായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ, വ്യക്തമായ ധാരണ, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവർ ബംഗളൂരുവിലേക്ക് പോയത്, ആരാണ് അവർക്ക് സഹായം ചെയ്ത് നൽകിയത് എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. ആ കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായൊരു സ്ഥിരീകരണവുമായി UAE കോൺസുലേറ്റിലെ മുൻ PROയും സ്വപ്ന സുരേഷിന്റെ അടുത്ത സുഹൃത്തുമായ സരിത്ത് PS രംഗത്തെത്തിയിരിക്കുന്നത്. അവിടെ സരിത്ത് പറഞ്ഞു വെക്കുന്നത് M ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ നിന്ന് അവർ വർക്കല ഭാഗത്തേക്കാണ് സ്വപ്നയും സന്ദീപ് നായരും അടക്കം ആദ്യം പോകുന്നത്. ആദ്യം വാണ്ടർ ചെയ്യുകയായിരുന്നു, അലഞ്ഞു തിരിയുകയായിരുന്നു, അവർക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ പോകുന്നതിനിടയിൽ വാഹനം വർക്കലയിലെ ഒരു റിസോർട്ടിലേക്ക് കയറ്റാൻ നിർദ്ദേശം ലഭിക്കുന്നു M ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന്. അങ്ങനെ ഈ റിസോർട്ടിലേക്ക് വാഹനം എത്തുന്നു. അവർക്കൊപ്പം അവരുടെ വക്കീലുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും 3 മുറികളിൽ താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്നതിനിടയിൽ ഈ വക്കീല് അദ്ദേഹത്തെ മറ്റ് സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകാൻ പോകാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ആ മുറിയിൽ തന്നെ ഉപേക്ഷിച്ച് പെട്ടെന്ന് സന്ദീപ് നായരും സ്വപ്നയും അവിടെ നിന്ന് ശിവശങ്കർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് യാത്ര തിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ കൃത്യമായി അതിർത്തി വഴികളിലൂടെ ബംഗളൂരുവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് പറഞ്ഞു കൊടുത്തത് M ശിവശങ്കറിന് MR അജിത് കുമാർ ആണ് എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മളോട് സരിത്ത് PS വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പമാണ് പൂജപ്പുര ജയിലിൽ വെച്ച് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, അതായത് ED പ്രതിരോധത്തിലാക്കാൻ നോക്കുന്നു, സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നുവെന്ന് എഴുതി നൽകണമെന്ന് പൂജപ്പുര ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടു. അതിന് വഴങ്ങിയില്ല എങ്കിൽ സരിത്തിന്റെ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന കാര്യവും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നു. അപ്പോഴും വഴങ്ങുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന സന്ദീപ് നായർ, ഒപ്പമുണ്ടായിരുന്ന ഈ സരിത്തിനൊപ്പം PS സരിത്തിനൊപ്പം പൂജപ്പുര ജയിലിൽ ഉണ്ടായിരുന്നത് സന്ദീപാണ്. സ്വാഭാവികമായി സന്ദീപും പറയുന്നു അങ്ങനെ എഴുതി നൽകുക എന്ന്. പക്ഷേ എഴുതി നൽകാൻ സരിത്ത് തയ്യാറാകുന്നില്ല. അതിന്റെ പേരിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ സരിത്തിന് നേരിടേണ്ടി വരുന്നു. അതോടൊപ്പമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ M ശിവശങ്കർ ഈ സ്വപ്ന സുരേഷിനോടും സരിത്ത് PS-നോടും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അജിത്ത് നോക്കിക്കൊള്ളും, അജിത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന നിർദ്ദേശം അവർക്ക് ധൈര്യത്തിന്റെ രൂപത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ കൂടി നമ്മളിലൂടെ പങ്കുവെക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ആ വെളിപ്പെടുത്തൽ കൂടുതൽ ചിത്രങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും തേടേണ്ട